ഇന്ന് നമുക്ക് കറുപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നത്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കറുത്തിട്ടാണെങ്കിലും എന്താ നീ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ കറുത്തിട്ടാണേലും എന്ന് പറയുന്നത്. ഉടുപ്പാണ് നല്ല കളറെന്ന് കുറേ പേര് കരുതുന്നത്. ആർക്കും കറുത്ത കാറും ബൈക്കും ഷർട്ടും ഒക്കെ ഇഷ്ടമാണ്. ചരിത്രം നോക്കുമ്പോൾ പോലും കറുപ്പിന്റെ പേരിൽ പോരാട്ടം നടന്നിട്ടുള്ള ലോകം നമ്മുടെ മണ്ടയിലെ ഒരു ഉദാഹരണമാണ്. നമുക്ക് മുഖത്ത് നോക്കിയിട്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇട്ടത്തൊന്നും പോയി നിൽക്കരുത്, പല്ല് മാത്രമേ കാണുള്ളൂ, എന്നെ കളിയാക്കി വിളിക്കുന്നത്. അന്ന് ഞാൻ അതിന്റെ പേരിൽ വിഷമിച്ചിട്ടും കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അടുത്ത ആൾക്കാർ കട്ടം കുടിക്കരുത് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഇങ്ങനെയൊക്കെ കേട്ടതുകൊണ്ട് പതുക്കെ എനിക്കും തോന്നി കറുപ്പ് എന്ന് പറയുന്ന ഒരു മോശം കളറാണെന്ന്. അതുകൊണ്ട് തന്നെ വെളുക്കാനായിട്ടുള്ള ഒരുപാട് പരിപാടി ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോഴേ കാണാൻ പറ്റുന്നില്ല കറുത്തിട്ട്. അറിയാണ്ട് പോലും വെയിലത്തൊന്നും പോയി നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ലിറ്ററസിൽ നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ അളക്കുന്ന കളർ വെച്ചിട്ട് ഇവരുടെയൊക്കെ ഇടയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇതിലൂടെയൊക്കെ കടന്നുപോയി ഒരുപാട് പേര് ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടാവും. പിന്നീട് എനിക്ക് മനസ്സിലായി ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഇതൊന്നും അല്ല എന്ന്. കളിയാക്കുന്നവരോട് അറിയാതെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് പുറം കറുത്തിട്ടാണെങ്കിലും ഉള്ളു വെളുത്തിട്ടാണെന്ന്. എൻ്റെ ശരീരത്തിൽ ഞാൻ ആയിരിക്കുന്നത് എനിക്ക് വലിയ അഭിമാനം. എൻ്റെ ജീവിത വിജയത്തിന് എൻ്റെ കളർ തടസ്സമല്ല.